ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. പരശുരാമാവതാരം. കുട്ടികളെ, ഇന്ന് ഭഗവാന്റെ 6ാമത്തെ അവതാരമായ പരശുരാമ അവതാരമാണ് പറയുന്നത്. ഋജീകൻ എന്ന മഹർഷിയുടെയും സത്യവതിയുടെയും പുത്രനാണ് ജമദഗ്നി മഹർഷി. ഭാര്യ രേണുക. ഒരിക്കൽ ഭൂമിദേവി ക്ഷത്രിയ രാജാക്കന്മാരുടെ ദുഷ്ടതകൾ കൊണ്ട് പൊറുതിമുട്ടി തന്നെ രക്ഷിക്കണമെന്ന് മഹാവിഷ്ണുവിനോട് അപേക്ഷിച്ചു. താൻ അവതാരമെടുത്ത് രക്ഷിക്കാമെന്ന് ഭഗവാൻ വാഗ്ദാനവും നൽകി. അതിൻ്റെ ഫലമായി മഹാവിഷ്ണു ജമദഗ്നി മഹർഷിയുടെ പുത്രനായി അവതരിച്ചു. രാമൻ എന്ന പേരും നൽകി. കുട്ടിക്കാലത്ത് തന്നെ വേദശാസ്ത്രങ്ങളും ആയുധവിദ്യകളും എല്ലാം അഭ്യസിപ്പിച്ചു. മഹർഷിക്ക് ഇളയ മകനായ രാമനോടായിരുന്നു ഏറ്റവും പ്രിയം. അങ്ങനെയിരിക്കെ ഒരു ദിവസം പൂജയ്ക്കുള്ള ദർഭയും ചമതയും ശേഖരിക്കാൻ മറ്റ് പുത്രന്മാരെല്ലാം കാട്ടിലേക്ക് പോയി. രാമനെ ആശ്രമത്തിൽ കാവലായി നിർത്തിയിട്ട് രേണുക വെള്ളം കൊണ്ടുവരാനായി നർമ്മദയിലേക്കും പോയി. അന്ന് രാമന് 14 വയസ്സായിരുന്നു. രേണുക നദിയിൽ കണ്ടത് കാർത്തവീര്യാർജുനൻ എന്ന രാജാവ് ഭാര്യമാരോടുകൂടി ജലക്രീഡ നടത്തുന്നതാണ്. അവർ പോയിട്ട് വെള്ളമെടുക്കാമെന്ന് വിചാരിച്ച് അവിടെ കാത്തുനിന്നു. ആ സ്ഥലത്തെ വെള്ളം കലങ്ങിയതിനാൽ പിന്നെ മറ്റൊരു സ്ഥലത്തേക്ക് പോയി. അവിടെ ഗന്ധർവന്മാർ സുന്ദരികളുമൊത്ത് ജലക്രീഡ ചെയ്യുകയായിരുന്നു. കുറച്ചു നേരം അവിടെ നിന്നിട്ട് അവർ പോയ ശേഷം വെള്ളമെടുത്ത് രേണുക ആശ്രമത്തിലെത്തി. ജമദഗ്നി താമസത്തിന് കാരണം ചോദിച്ചപ്പോൾ അവൾ നടന്ന കാര്യം പറഞ്ഞു. മുനിക്ക് ദേഷ്യം വന്നു. നീ മലിനയും പാതിവൃത്യമില്ലാത്തവളുമാണെന്ന് ആക്രോശിച്ചു. അതുകൊണ്ട് ഇവളെ കൊല്ലണമെന്ന് മക്കളോട് പറഞ്ഞു. അച്ഛൻ്റെ ആജ്ഞ അനുസരിക്കേണ്ടത് പുത്രൻ്റെ കടമയാണെങ്കിലും നിരപരാധിയായ അമ്മയെ കൊല്ലാൻ പറ്റത്തില്ല എന്ന് മൂത്ത ആൺമക്കൾ പറഞ്ഞു. മഹർഷി പിന്നെ രാമനോട് പറഞ്ഞു, അച്ഛൻ്റെ കൽപ്പന ധിക്കരിക്കുന്നത് എങ്ങനെയാണ്? അമ്മയെയും പറഞ്ഞതനുസരിക്കാത്ത ജ്യേഷ്ഠന്മാരെയും വധിക്കാൻ മഹർഷി പറഞ്ഞു. രാമൻ അവസാനം കണ്ണുനീർ വാർത്തുകൊണ്ട് ജ്യേഷ്ഠന്മാരെയും അമ്മയെയും വെട്ടി ശിരസ് നിലത്തിട്ടു. ബോധമറ്റ് രാമനും നിലത്ത് വീണു. മഹർഷി രാമൻ്റെ മുഖത്ത് ജലം തളിച്ചു. ബോധം വന്നപ്പോൾ നിനക്ക് എന്ത് വരം വേണമെന്ന് ചോദിച്ചു. എനിക്ക് എൻ്റെ അമ്മയെയും ജ്യേഷ്ഠന്മാരെയും ജീവിപ്പിച്ചാൽ മതിയെന്ന് പറഞ്ഞു. മഹർഷി തൻ്റെ തപശക്തിയാൽ അവരെ ജീവിപ്പിച്ചിട്ട് മകനെ അനുഗ്രഹിച്ചു. ഭാര്യയോട് കാണിച്ച കടുങ്കൈ ഓർത്ത് അതിന് പരിഹാരമായി ദേവലോകത്ത് പോയി കാമധേനു എന്ന വിശേഷപ്പെട്ട പശുവിനെയും കുട്ടിയെയും കൊണ്ടുവന്ന് രേണുകയ്ക്ക് നൽകി. അങ്ങനെ അവർ അവിടെ സുഖമായി ജീവിക്കുന്നു. രാമൻ ഉഗ്രമായി ശിവനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി. അസ്ത്രവിദ്യകളെല്ലാം ശിവൻ ഉപദേശിച്ചു കൊടുത്തു. പരശു എന്ന ശിവൻ്റെ ആയുധമായ വെൺമഴു രാമന് നൽകി. അന്ന് തൊട്ട് രാമൻ പരശുരാമനായി അറിയപ്പെട്ടു. കാർത്തവീര്യാർജുനൻ ജമദഗ്നിയുടെ ആശ്രമത്തിൽ വന്ന് മഹർഷിയെ വധിച്ചിട്ട് കാമധേനുവിനെ കട്ടുകൊണ്ടുപോയി. മഹർഷി മരിച്ചപ്പോൾ ഭാര്യ 21 പ്രാവശ്യം നെഞ്ചത്തടിച്ച് കരഞ്ഞു. കരച്ചിൽ കേട്ട് ഓടിവന്ന പരശുരാമൻ കാർത്തവീര്യാർജുനനോട് യുദ്ധം തുടങ്ങി. രാമൻ ഒറ്റയ്ക്ക് രാജാവിൻ്റെ സൈന്യത്തോട് യുദ്ധം ചെയ്തു. ഒടുവിൽ രാജാവ് നാരായണാസ്ത്രമെടുത്ത് അയച്ചു. അത് കണ്ട രാമൻ അതിനെ വണങ്ങി. അപ്പോൾ രാജാവിന് വിഷ്ണുവിൻ്റെ അവതാരമാണ് രാമൻ എന്ന് മനസ്സിലായി. അപ്പോൾ കുറച്ചു നേരം യുദ്ധം ചെയ്യാതെ നിന്നു. പരശുരാമൻ രാജാവിനെ വധിച്ചു. പിന്നെയും 2-3 സംവത്സരങ്ങൾ കൂടുമ്പോൾ തൻ്റെ പരശുകൊണ്ട് ക്ഷത്രിയന്മാരെ കൊന്ന് പക വീട്ടി. 21 പ്രാവശ്യം ക്ഷത്രിയരെ കൊന്നൊടുക്കി. കുരുക്ഷേത്രത്തിലെ സരസ്സുകളെല്ലാം രക്തം കൊണ്ട് നിറഞ്ഞു. ആ സരസ്സാണ് സെമന്തപഞ്ചകം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അത് കഴിഞ്ഞ് അച്ഛൻ്റെ ഉപദേശപ്രകാരം പാപപരിഹാരത്തിനായി ഒരു വലിയ അശ്വമേധയാഗം നടത്തിയിട്ട് മഹേന്ദ്രപർവ്വതത്തിൽ തപസ്സിനായി പോയി.
തപസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കന്യാകുമാരി മുതൽ ഗോകർണം വരെയുള്ള ഭൂമി സമുദ്രത്തിൽ മൂടപ്പെട്ടതായി കണ്ടു. തൻ്റെ മഴുവെറിഞ്ഞ് ഭൂമിയെ ഉയർത്തി അത് ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു. അതാണ് കേരളം എന്ന ഒരു ഐതിഹ്യമുണ്ട്. പിന്നെയും പരശുരാമൻ തപസ്സിനായി മഹേന്ദ്രപർവ്വതത്തിൽ ജീവിച്ചു. പരശുരാമൻ ഒരു ചിരഞ്ജീവിയായിരുന്നു. ഭൂമിദേവിയുടെ അപേക്ഷപ്രകാരം ഭൂമിയിൽ അനീതിയും അക്രമവും നടത്തിക്കൊണ്ടിരുന്ന ക്ഷത്രിയ വംശത്തെ നശിപ്പിക്കുക എന്നുള്ളതായിരുന്നു പരശുരാമൻ്റെ അവതാര ലക്ഷ്യം. മഹാഭാരതത്തിൽ ഭീഷ്മർ, ദ്രോണർ, കർണൻ എന്നിവരുടെ ഗുരുവാണെന്നും പറയുന്നുണ്ട്. കുഞ്ഞുങ്ങളെ, കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ. ഇനി അടുത്ത കഥയുമായി വരാം. ഹരി ഓം തത്സത്.